ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളെ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കട്ടെ. അപ്പം കോഴിക്കോട് ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയായിരുന്നു. കോഴിക്കോടിലെ സ്റ്റേ ആണ്. നമ്മളിപ്പോൾ ചില പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. നമുക്ക് സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ ഓക്കെ. അപ്പം ഇനിയിപ്പോൾ രാവിലെ കുറച്ച് സ്ഥലത്തൊക്കെ പോകണം. നന്നായിട്ട് റെഡി ആയിട്ട് ഇരിക്കുവാണ്. ഞാൻ പറയുന്നത് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന ഇതിന് നേരെ ഓപ്പോസിറ്റ് ബീച്ചാണ്. ഞാൻ കാഴ്ചയാണ് കണ്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഗൈസ്, നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നത്? അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനി വേണം കഴിക്കാൻ. എണീറ്റു റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുവാണ്. പോകാനായിട്ടൊക്കെ റെഡിയായി. ഫുഡ് കഴിക്കണം. ഇറങ്ങിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അവരൊക്കെ ഡ്രസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എവിടെയൊക്കെ പോകുന്നു, ഞാൻ ഇവിടെ എന്തിനാണ് വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ, എല്ലാം സെറ്റായി എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ഞാനതൊക്കെ പോസ്റ്റ് ചെയ്യാം. ഇപ്പോഴല്ല, പിന്നീട് അതൊക്കെ സസ്പെൻസ് ഉണ്ട്. അതൊക്കെ ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ അല്ലെ? സസ്പെൻസ് വേണ്ടേ? വേണം. അതൊക്കെ ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ചിലപ്പം നാളെ ഉണ്ടാവും, അല്ലെങ്കിൽ നാളെ രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയാണോ അതുപോലെ. ചിലപ്പോൾ നാളെ കൂടെ നിന്നേ പറ്റുള്ളൂങ്കിൽ നാളെ കൂടെ നിന്ന് ഇടത്ത കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വെനസ്ഡേ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. അതൊക്കെ അപ്പോഴത്തെ സമയം പോലെ. അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് 9:30 9:30 ആയി. അല്ലാണ്ട് വിശക്കുന്നുണ്ട്. കാര്യം ഇന്നലെ നേരത്തെ ഫുഡ് കഴിച്ചു. കാര്യം ഷോപ്പൊക്കെ അടയ്ക്കുമല്ലോ, നേരത്തെ ഫുഡ് കഴിച്ചു. അപ്പൊ വല്ലാണ്ട് വിശക്കുന്നുണ്ട് രാവിലെ ആയിട്ട്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ ഒക്കെ കാണാതെ. അങ്ങനെ ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് കയറിയത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലായിരുന്നു. ഞാൻ നല്ല നെയ്റോസ്റ്റും ഡാഡിയും മമ്മിയും അനിയത്തിയൊക്കെ നല്ല പൂരിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അത്ര അങ്ങോട്ട് ഓക്കെ അല്ലെങ്കിലും ഒരു ഓക്കെ ഫുഡായിരുന്നു ഫ്രണ്ട്സ്. സാമ്പാറിനൊക്കെ ചെറിയ മധുരവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ട്രാൻഡ്രത്തുള്ള ഹരിഭവനിലെ സാമ്പാർ പോലെയൊക്കെ ഇരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങോട്ട് ഒത്തില്ല ഫ്രണ്ട്സ്. ഹോട്ടലിന്റെ പേര് അതിരസം. ലൊക്കേഷൻ വന്നിട്ട് കോഴിക്കോട് ബീച്ചിൽ. ഓക്കെ, ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ആരുമില്ല, ഒറ്റ മനുഷ്യന് പോലും ഇല്ല. പക്ഷെ വൈകുന്നേരമല്ല, രാത്രി ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അങ്ങോട്ട് ആ കോഴിക്കോട് ബീച്ചിന്റെ ആ റോഡ് പോകാൻ പറ്റത്തില്ല. അത്രമാത്രം തിരക്കായിരിക്കും. നിങ്ങൾ വിചാരിക്കും കൂടുതലും ബാച്ചിലേഴ്സ് ആയിരിക്കും വരുന്നത്. അല്ല, കൂടുതലും ഫാമിലീസ് ആണ് വരുന്നത് അവിടെ. ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചത് ബീച്ചിന് സൈഡിലുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു. ഈ റോട്ടിൽ തിരക്കിന് യാതൊരു കുറവുമില്ല. അവിടെ പോകുമ്പോൾ തന്നെ ഒരു അടിപൊളി വൈബാണ്. ഫുൾ വണ്ടികളും ഭയങ്കര തിരക്കായിരുന്നു ഇന്നലെ രാത്രി 12 മണിക്ക് പോലും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഫ്രണ്ട്സ്, കുറച്ച് ആവശ്യങ്ങളുണ്ട് എന്ന്. അപ്പൊ അതിന്റെ ചെറിയൊരു ആവശ്യമായിട്ട് ഞങ്ങള് മലപ്പുറം മഞ്ചേരി വരെ പോകുന്ന വഴിക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. മമ്മിയും ഡാഡിയും നല്ല മീൽസും ഞാനും അനിയത്തിയും ചട്ടിച്ചോറാണ് ഗൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. അപ്പൊ ഞാൻ ഷോപ്പ് ഏതാന്ന് കാണിച്ചു തരാം. കോഴിക്കോടിൽ നിന്ന് മലപ്പുറം മഞ്ചേരി പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറന്റ് ആണ്. പേര് വന്നിട്ട് കഞ്ഞിപ്പുര. തിരിച്ച് കോഴിക്കോട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. അത് ഏത് സ്ഥലം എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക.
ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് SM സ്ട്രീറ്റിലാണ്. പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, കണ്ടാലോ ആ കാഴ്ചകളൊക്കെ. കോഴിക്കോട് പോയിട്ട് ഹൽവ കഴിക്കാണ്ടും ഹൽവ മേടിക്കാണ്ടും പോകാൻ പറ്റുമോ ഫ്രണ്ട്സ്? അങ്ങനെ ഞങ്ങൾ അർപ്പണ സ്വീറ്റ്സിൽ കയറിയിട്ട് കുറച്ച് ഹൽവ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഷോപ്പിനുള്ളിൽ കയറിയപ്പോഴേക്കും ഹൽവ പലതരം, എന്തിന് കാന്താരി ഹൽവ വരെ ഉണ്ടായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഇച്ചിരി മുന്നേ വന്നേ ഉള്ളൂ. വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ വന്ന് ഫ്രഷായി ഇത് അങ്ങനെ ഇരിക്കുവാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടികളൊക്കെ തന്നെ ചറപറായിട്ട് പോകുന്നത് കാണാൻ പറ്റും. നാളെ കൂടെ ഇവിടെ ഉണ്ടാവും, കോഴിക്കോട് ഉണ്ടാവും. കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് തിരിച്ച് ബാക്ക് ടു ഹോം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. ഞാനൊന്ന് ഉറങ്ങട്ടെ, നല്ല ടയേർഡാണ്. രാവിലെ എണീറ്റിട്ട് വീണ്ടും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക്സ്, ബൈ.